എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആ ബന്ധത്തെ കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ അവരാരാണെന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 3 ടറോട്ട് കാർഡുകളാണ്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമായിരിക്കും, നിങ്ങളെപ്പോൾ കണ്ടാലും ബാധകമായിരിക്കും. നമുക്ക് കാർഡുകളിലേക്ക് പോകാം. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് നമുക്ക് നോക്കാം. നമുക്ക് ഓരോ കാർഡുകളിലേക്കായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഡീവിൾ എന്ന കാർഡാണ്. ഈ കാർഡ് ഏറെ ശക്തമായ നിയന്ത്രണങ്ങൾക്കും മാനസിക അടിമത്തത്തിൻ്റെയും ചിഹ്നമാണ്. അതായത് ആ വ്യക്തി ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ അടിമയായി മാറുന്നു, അല്ലെങ്കിൽ വാക്കുകൾ അതേപടി വിശ്വസിക്കുന്നു എന്ന് നമുക്ക് കണക്കാക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആരുടെ ഹേതുവായി നിയന്ത്രിക്കപ്പെടുകയാണ്. ആ വ്യക്തിയെ ചിലർ നിയന്ത്രിക്കുന്നുണ്ട്. അത്യാവശ്യ ആശയവിനിമയങ്ങൾ, അസൂയ, അവർക്കുണ്ടാകുന്ന ചില ശങ്കകൾ, ഇതൊക്കെയാണ് ഇത്തരത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ കയറി അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിപരമായ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. ആദ്യത്തെ കാർഡ് തന്നെ അത് ഡീവിൾ എന്ന കാർഡാണ്. അവർ മനസ്സ് ശരിയല്ല. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ആരൊക്കെയാണോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങൾ എന്തെങ്കിലും അവരോട് തെറ്റ് ചെയ്തിട്ടല്ല അവർ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളോടുള്ള വൈരാഗ്യമാണ്. നിങ്ങൾ നന്നായി പോകുമോ, നിങ്ങൾ രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ള അവരുടെ ചിന്തയാണ് അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മോശമാണ്. നിങ്ങൾ സൂക്ഷിക്കുക. ചിലപ്പോൾ പഴയ ബന്ധങ്ങൾ, തീരാത്ത വഞ്ചനകളുടെ തിരിച്ചടി, അല്ലെങ്കിൽ വ്യക്തിത്വത്തിലുള്ള ഭിന്നതകൾ, ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ഏതായാലും നിങ്ങൾ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാർഡ് 7 ഓഫ് സ്വാർഡാണ്. 7 വാളുകൾ എന്ന ഒരു കാർഡാണ്. ഈ കാർഡ് സാധ്യമായ ചതിയും പിന്നിൽ നടക്കുന്ന ചില വഞ്ചനാപരമായ പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മൂന്നാമത്തെ ഒരു വ്യക്തി, അതായത് തേർഡ് പാർട്ടി, ബന്ധത്തിൽ പ്രശ്നങ്ങൾ വിതയ്ക്കാൻ കള്ളപ്പറച്ചിലുകൾ അല്ലെങ്കിൽ വ്യാജങ്ങൾ ഉണ്ടാക്കുന്നു, മറുവശത്ത് പോയി സംസാരിക്കുന്നുണ്ട്, അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ നിങ്ങളെ നാണം കെടുത്താൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നൊരു വിധം പറഞ്ഞിട്ട് മറുതലക്കെ ചെന്ന് വേറെ പറയുന്ന രീതിയിലാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ പരിപൂർണമായി സൂക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ എന്നേക്കുമായിട്ട് അകറ്റുന്ന ഒരുപാട് പരിപാടികൾ ഇവർ അതിൽ ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നല്ലൊരു കെയർ വേണം. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ തെറ്റിക്കാനാണ് അവരുടെ ഉദ്ദേശം, ചതിയാണ് അവരുടെ ഉദ്ദേശം. ആ ചതിയിലൂടെ അവർ ശ്രമിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കളയുക, നിങ്ങളുടെ മനസ്സമാധാനം കളയുക, നിങ്ങളുടെ ജീവിതത്തിൽ കയറിപ്പറ്റി ആ ജീവിതത്തിൻ്റെ ഓരോ ദിശകളിലും ഓരോ മേഖലകളിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അവർക്ക് കൊയ്യുക. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവരത് ചെയ്യുക. അവരതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പരിപൂർണമായും അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ചതിച്ച് വഞ്ചിച്ച് നിങ്ങളുടെ പൊതുമനസ്സമാധാനത്തെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമങ്ങൾ. ആ ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കരുത്. നിങ്ങളതിന് ജാഗരൂകമായിട്ട് നിൽക്കുക. നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് വിടാതെ സൗമ്യമായി പോവുക. നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ദി മജീഷ്യൻ എന്ന് പറഞ്ഞ കാർഡാണ്. മറ്റുള്ളവരുടെ ഇടപെടലുകൾക്കിടയിൽ നിങ്ങൾക്ക് ബന്ധം നിലനിർത്താനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ആളുകൾ എത്ര നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഈ ബന്ധം നിലനിർത്തി പോകുന്നതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ ഊർജ്ജം നിങ്ങൾക്കുണ്ടെന്നോ, കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനം നിയന്ത്രിക്കാൻ കഴിയും. ഇവരെന്തൊക്കെ ചെയ്താലും, ഇവരെന്തൊക്കെ പ്രതിസന്ധികൾ അതിലുണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. കാര്യങ്ങൾ